കേരള ചരിത്രത്തിൽ 1474 മണ്ഡലങ്ങളിലേക്ക് ഒരു വനിതാ സംഘടന യാത്ര നടത്തിയതായി ഞങ്ങളുടെ ആരുടെയും അറിവിലില്ല. അപ്പോൾ അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ 9 മാസക്കാലമായി AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽജി കാസർഗോഡ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഇന്നിവിടെ തിരുവനന്തപുരത്ത് ഭരണശിലാ കേന്ദ്രത്തിന്റെ മുന്നിൽ എത്തിച്ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഇവിടെ അതിൽ ഭാഗവാക്കായി AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർ, UDF കൺവീനർ, അതേപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ MP ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിന്റെ ഭാഗമായി കേരളത്തിലെ അമ്മമാരുടെ വികാരമാണ്, വേദനയാണ്, അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളാണ്. ലഹരിയുടെ കേന്ദ്രമായി കേരളം മാറുമ്പോൾ, ലഹരിയുടെ താണ്ഡവം നടക്കുമ്പോൾ അതിനെതിരെയൊക്കെ ഈ ഗവൺമെന്റിനെതിരെയുള്ള കുറ്റപത്രമാണ്. 41 ഇന കുറ്റപത്രമാണ്. അത് ഞങ്ങൾക്ക് ഈ യാത്രയിലുടനീളം ലഭിച്ച നിവേദനങ്ങളിൽ നിന്നും കുറ്റപത്രങ്ങളിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തതാണ്. ഇതിനേക്കാൾ കൂടുതലുണ്ട്, പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്ത 41 കാര്യങ്ങളാണ് ഞങ്ങളിവിടെ കുറ്റപത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാരോടുള്ള അനീതി, ലഹരിയുടെ അഴിഞ്ഞാട്ടം, അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു നിസ്സഹായ അവസ്ഥ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഇതെല്ലാം കുറ്റപത്രത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഒരു മാറ്റം ഉണ്ടാകും 6 മാസത്തിൽ. തീർച്ചയായും കേരളത്തിലെ അമ്മമാർ തീരുമാനമെടുത്ത് കഴിഞ്ഞ കാര്യമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുക.